കുഞ്ഞിത്തക്കട നോക്കിയടാ, നിക്കടാ നിക്കടാ, എടുത്തിരിക്കേ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഓണമൊക്കെ എവിടം വരെ എത്തി? ഓണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എവിടം വരെയായി? നമ്മുടെ ഇവിടെയും ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ മാറിപ്പോയി ഓണത്തിന് മുന്നോടിയായി പോയി എടുത്തു. പക്ഷേ ചിലതൊക്കെ പാളിപ്പോയി, എന്നാലും കുഴപ്പമില്ലാണ്ട് കുറച്ചൊക്കെ കിട്ടി. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ, പിന്നെ പൂക്കളിടൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ ചെറുതായിട്ട് നടന്നു. വലിയ കാര്യമായിട്ടല്ല, ചെറിയ രീതിയിൽ. മുക്കുറ്റി പോകുന്നുട്ടാ, മുക്കുറ്റി, കുഞ്ഞ് മുക്കുറ്റി. ഇതേ അത് നോക്കിയടാ, മുക്കുറ്റി മുക്കുറ്റി മുക്കുറ്റി. ഹായ് മുക്കുറ്റി. ദേ 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 ഹായ്. ഇതിലിട്, ഈ കവറിലിട്, കവറില്. ഞങ്ങള് ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂക്കൾ കളക്ട് ചെയ്യാൻ പോകുന്നു. ആദ്യത്തിൻ്റെ കവറൊക്കെ കൊടുത്ത് കവറും കൊണ്ട് പാടത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ വിലോരെ വീട്ടിൽ നിന്നൊക്കെ പൂക്കൾ അടിച്ചു മാറ്റാലോ. അതിന് വേണ്ടിയിട്ട് പോവാനിട്ടാ. ആത്തിനെ കൊണ്ടൊന്ന് പൂക്കൾ ഇടിയിപ്പിക്കാൻ പോവാ. ആ ഉമ്പ നിൽക്കണ്ടിട്ടാ, അവിടെ ഒരു പോത്ത് നിൽക്കണ്ട. ഇനി ഉമ്പാന്ന് പറയുന്നത്. ഇവിടെ കുറേ മറ്റേ മഞ്ഞ കളർ പൂവില്ലേ, കുഞ്ഞിത് കണ്ട, ഇങ്ങനെ നിൽക്കണ്ട് പാടത്തിൻ്റെ അവിടെ. അപ്പോൾ ഈ പൂക്കൾ കുറച്ച് പൊട്ടിച്ച് ഇത്തിരി പൂക്കളിടാം. കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചിട്ടോ നമ്മൾ, ഇത്തിരി പൂ പൊട്ടിച്ചുള്ളൂ. ആദം നമ്മളിതേ പൂ പൊട്ടിച്ചിട്ട് വന്നോട്ടാ. കുറച്ച് പൂ പൊട്ടിച്ചുള്ളൂ, വേറെ ഒന്നല്ല. ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ചേച്ചി വന്നിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആദാണെങ്കിൽ ഫുള്ള് പൊടിയിൽ കിടന്ന് ഇറങ്ങാണ്. അപ്പോൾ ആദത്തിനെ നടക്കി ഇരുത്താൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പൂക്കൾ എടുക്കാൻ വേണ്ടിയിട്ട് പൂക്കൾ പൊട്ടിക്കാൻ പോയ. മാറ്. നമ്മൾ പൊട്ടിച്ചു കൊണ്ടുവന്ന പൂക്കൾ ഇതേ ഒരുത്തൻ ഇവിടെ വെതറിയിട്ടാ. പൂക്കളിടാൻ വേണ്ടിയിട്ടാണ്. അമ്മയുടെ പൂക്കളെ നല്ല ഭംഗിയുന്നു. പൂക്കളെ ഞാൻ ഇട്ടിട്ടില്ല. മോനിടണ്ട്. ആ മോൻ പിന്നെ ഇടൂല്ലോ, മോൻ എനിക്കറിയാലോ. അതാണ് പൂക്കളെ ഇടാണ്ട് ഞാൻ നിക്കണത്. ഇട്ടിട്ട് ഇപ്പൊ വലിയ പ്രയോജനം കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ബേബി ആദം അത് സെറ്റാക്കി തരും. ചുറ്റും വെക്കും. ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്ന പൂക്കള് ഇവന്റെ അലങ്കോലാക്കി മാറ്റി. എന്താ കാര്യം ഇത്? ഇങ്ങനെ വെക്ക് ഭംഗിയില്. ഒരു കാര്യമില്ല, എനിക്കറിയാത്. അതുകൊണ്ടാണ് ഞാൻ ഈ സാഹസികതയ്ക്ക് ഒരുങ്ങാതെ ഇത്രയും ദിവസം നിന്നത്. എന്നാലും ഇത് പാവല്ലേ, ഇതിലിതൊക്കെ കാണണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടിയിച്ചതാ. ഇട്ട് കൊടുക്കാലോന്ന് വിചാരിച്ച് ഞാൻ ഇതിങ്ങനെ വെറുതെ ഒരു വട്ടത്തിൽ ഇവിടെയുള്ള ചെറിയ പൂക്കൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ബാക്കി പൂക്കൾ അടിക്കാൻ വന്ന ചേച്ചിക്ക് ഒന്നും കൂടിയുള്ള പണി ആദം കൊടുത്തതെന്നുള്ളതാണ് സത്യം. ആ ചേച്ചി പ്രാവാവോ. ഇനി പൂക്കളിടാൻ നിന്നു, ഞാൻ അതും കൂടി തല്ലായി. ആദം തല്ലിപ്പിരിഞ്ഞ് എങ്ങോട്ടോ പോയി. ആദം ബേബി, അതെങ്ങനെയാണോ പോയേ? ഇനിയിപ്പോൾ എന്തായാലും ഈ സാധനങ്ങളൊക്കെ എടുത്ത് വാരിക്കളയാമല്ലാണ്ട് ഇപ്പൊ നിർത്തിയില്ല. അവന് അപ്പടി പൊടി ആയതുകൊണ്ട് അവന് ഞങ്ങൾ പുറത്തേക്ക് വാതിലടച്ചേക്കായിരുന്നേ. അപ്പൊ അടുക്കളയുടെ വാതിൽ തുറന്നെടുക്കണം. പെരയുടെ ചുറ്റി വളഞ്ഞു പോയി. ഇപ്പൊ വിളിച്ചപ്പോ ആ ചേച്ചിയുടെ അവനകത്തെത്തിന്ന്. അമ്മച്ചി എത്തി കഴിഞ്ഞപ്പോ പിന്നാലെ ആദം ഇറങ്ങി. എന്തിനത്? അതാ എങ്ങടോ പോണ്ട് വിചാരിച്ചിട്ടുണ്ട്. ബീഫ് കറി വെക്കാം. ബീഫ്, പിന്നെ ലിവർ, ആദത്തിന് എച്ചി, കുറച്ച് സാധനങ്ങളുള്ളന്ന് അല്ലേ. റെസ്റ്റ് എടുക്കാൻ പോണു. ഓണായിട്ട് നമുക്ക് ഇറച്ചിയാണല്ലോ. ആദത്തിന്റെ ഫോട്ടോ എടുക്കണെങ്കിണ്ടല്ലോ നല്ല പാടാ. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടാ.
നമ്മൾ ഓണത്തിന്റെ കുറച്ച് ഫോട്ടോസ് റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വെച്ച് പാടത്തേക്ക് വന്നതാ. പക്ഷെ ആദം ബേബി കൂടെ ഉറങ്ങണ സമയത്താണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്, അല്ല ഡ്രസ്സ് മാറി തുടങ്ങിയത്. പക്ഷെ ഇവൻ കൂടെ എഴുന്നേറ്റ് കൂടെ പോന്നു. ഇപ്പൊ റീൽസ് ശരിയാവണില്ല, ഫോട്ടോസ് കിട്ടണില്ല, ഒന്നും കിട്ടണില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കണേ. എന്തായാലും ഓണത്തിന്റെ അത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് ഇന്ന് തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഒക്കെ പാളിപ്പോയി ഗൈസ്. അമ്മിണിയെ വിളിച്ച് ഉണ്ണീന്റെ അടുത്താണ്ടാ. ഉണ്ണി എൻറ്റു, അവൻ എൻറ്റു, ഇവൻ എൻറ്റു. അപ്പൊ അമ്മിച്ചിയുടെ അവിടെ ആക്കി ഞാൻ ഇങ്ങോട്ട് പോന്നു. പക്ഷെ കുറച്ചും കൂടി നേരം വൈകിട്ടായിരുന്നെങ്കിൽ നമ്മുടെ ഫോട്ടോസൊക്കെ കുറച്ചും കൂടി നന്നായി കിട്ടിയേനെ. പക്ഷെ ഇതിപ്പോ ഒരു കട്ടാപ്പുറം വെയിലത്തിറങ്ങിയ പോലെയായി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ വീഡിയോ എടുക്കണേ. അപ്പൊ അങ്ങനെ സാരില്ലാന്ന് വെച്ച് പരിപാടി തീർത്തേന്ന് വെച്ച് എടുത്തതാ. പക്ഷെ ഒക്കെ പോയി. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. ഓണൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക, ഫുഡൊക്കെ ഉണ്ടാക്കുക, നന്നായി കഴിക്കുക, പൂക്കളൊക്കെ ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി ഇവന്മാരുള്ള കാരണം പൂക്കളിട്ട് കഴിഞ്ഞാൽ പൂക്കളത്തിന്റെ സ്ഥിതി വേറെ ആയിരിക്കും. എന്നാലും ചെറിയ രീതിയിൽ ഹാപ്പി എന്ന് പറഞ്ഞേ, ഹാപ്പി എന്ന് പറയേ. അപ്പൊ അതെ അമ്മിച്ചി കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ, ചെറിയ ഒരു ഫോട്ടോഷൂട്ടൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് വീട്ടിലേക്ക് എത്തിയിട്ടാ. വീട്ടിലേക്ക് എത്തി ആദം ബേബി ഫുൾ അലമ്പായിരുന്നു. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട് എന്നെ കാണാൻ? പിന്നെ ആദ്യമായിട്ട് കാണാൻ പറ്റില്ല, എന്നാലും വെറുതെ ഒരു ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല. എന്നാലും ആദം ബേബിന്റെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് മുണ്ടൊക്കെ എടുപ്പിച്ചിട്ടെ. ഇത് ഓണത്തിന് മുൻപാട്ടോ. ഓണത്തിന്റെ അന്ന് ഇത് നടക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ അതെങ്ങനെ തിരിഞ്ഞു നോക്കിയേ. ഓണോക്കിയവൻ ഡാ. ഞാൻ അവന്റെ കുറച്ച് ഫോട്ടോസ് റീൽസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുപ്പിച്ചേക്കണം. നോക്കിയേ കുഞ്ഞിത്തെക്കട നോക്കിയടാ. നിക്കടാ നിക്കടാ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അമ്മാവ് ഇതിന് ചെയ്തേ ഹാപ്പി ഓണെന്ന് പറഞ്ഞേ. ഹാപ്പി എന്ന് പറയും. അതേ അത് ഉടുക്ക സമ്മതിക്കണ്ട എന്റെ മോളെ. എന്നാ മോള് ഉടുപ്പിക്കും. മിക്കതും നമുക്ക് ഓണത്തിന്റെ അന്ന് ഇങ്ങനത്തെ വീഡിയോസ് കിട്ടില്ല. ആകപ്പാടെ ഒരു തിരക്കായിരിക്കും. അപ്പൊ നമ്മള് മുന്നേ ഇതൊക്കെ ചെയ്തു. നിന്നെ കൊണ്ടോണ്ട് നീ പേടിക്കണ്ട. അമ്മാമ്മ മുണ്ടുടിപ്പിച്ചെന്നത് അമ്മ എടുത്തത് സെറിയായില്ലെന്ന്. അത് പേടിക്കണ്ട. മുണ്ടൂരി പോയാൽ അമ്മ അടിയിൽ പാൻറ് ഇട്ടിട്ടുണ്ട്, അല്ല സോറി ട്രൗസർ ഇട്ടിട്ടുണ്ട്. അതിന് ക്ഷമയില്ലേന്. ബേബി ഇവിടെ നോക്കിയേ, ഇതെങ്ങടാ ഓടണേ? ആദത്തിന് ഫോട്ടോ എടുക്കുന്നത്. ആദം പോവാണ്. നിന്നെ നനയ്ക്കാൻ ആരെങ്കിലും വിളിച്ചോടാ? വീഡിയോ എടുക്കണെങ്കിൽ മനുഷ്യന് ക്ഷമ വേണം. ഇവിടെ നിന്നോളോ, എന്നിട്ട് വേഗം എടുത്തോട്ടോ. ഞാൻ പറയാം. എടുത്തോ കൈമ ഇതായ മണലായില്ലേ. നമുക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.